ചൈൽഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ദി കിൻഡർ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുന്ന രീതിയിലോട്ട് മാറും. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇതിൽ ഏതെല്ലാം പ്ലൂറൽ വേർഡ് വന്നാലും ആർട്ടിക്കിൾ ദി തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പലപ്പോഴും എങ്ങനെയാണ് ജർമ്മൻ ആർട്ടിക്കിൾസ് പഠിക്കേണ്ടതെന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള കുറച്ച് കുറുക്കു വഴികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ദയ ദസ് ദി എന്ന് പറയുന്ന 3 ആർട്ടിക്കിൾസ് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിക്കിൾസ്, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവാം. നിങ്ങൾ കേൾക്കേണ്ടത് എങ്ങനെയാണ്, ആർട്ടിക്കിൾസിനെ 3 ജനറലാണ് പൊതുവെ ഇവിടെ ജർമ്മൻ ഭാഷയിൽ തിരിച്ചിരിക്കുന്നത്. നോക്കാം. ദ ഫസ്റ്റ് വൺ ദയ. മസ്കുലിൻ ആയിട്ടുള്ള നൗണുകൾ വരുമ്പോഴാണ് ദയ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ദ സെക്കൻഡ് വൺ ദി. ഫെമിനിൻ ആയിട്ട് വരുന്ന നൗൺസിന്റെ മുന്നിലാണ് നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ദസ്. നോയ്ട്രം ആയിട്ടുള്ള നൗൺസ് വരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന ദസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. പൊതുവെ പറഞ്ഞാൽ ഈ 3 നമ്മൾ ഇംഗ്ലീഷിൽ ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന THEക്ക് തുല്യമായിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ് കൊടുത്തിരിക്കുന്ന 3 ആർട്ടിക്കിൾസും. ക്ലിയർ? സെക്കൻഡ് വൺ, നമുക്കൊരു എളുപ്പവഴി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ നൗണിൻ്റെയും അവസാനം കുറച്ച് എൻഡിങ്സ് ഉണ്ടാവും. ഒരു നൗൺ പറയുകയാണെങ്കിൽ നൗണിൻ്റെ അവസാനിക്കുന്നത് ഇപ്പം ദർ പാച്ചിയൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് പേഷ്യൻറ്റിന് പറയുന്നതാണ്. അപ്പം ടെയിൽ ആണ് അത് അവസാനിക്കുന്നത്. ഓക്കെ, അതുപോലെ ഓരോ വേർഡുകൾ അവസാനിക്കുന്നത് ഒരു എൻഡിങ് പെർട്ടിക്കുലർ 1, 2, 3 ആയിട്ടുള്ള ചില എൻഡിങ് ലെറ്ററുകളിലായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കുക, ഇവിടെ പറയുന്ന ഒരു ടിപ്പ് ഇങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു നൗൺ അവസാനിക്കുന്നത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 3 എൻഡിങ്ങുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് നമ്മൾ കൂടുതലായിട്ടും മസ്കുലിൻ ആയിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നു. എക്സാമ്പിൾ, ദയ കമ്പ്യൂട്ടർ, ദയ ആഫൽ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ AR എന്നുള്ളതും AL എന്നും ആണ് എന്താ അവസാനിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ആർട്ടിക്കിളുള്ള വേർഡ് അവസാനിച്ചിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നമ്മളത് മസ്കുലിൻ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ എളുപ്പമല്ലേ? ഇനി നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, ഇത്തരം എൻഡിങ്ങുകൾ വരുന്നതെല്ലാം എന്തായിരിക്കും, ഒരു മസ്കുലിൻ ആയിട്ടുള്ള ജെൻഡർ ഉപയോഗിക്കേണ്ട നൗൺ ആയിരിക്കും എന്ന് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ജെൻഡർ പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കാം, A എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ E എന്ന് പറയും, ജർമ്മനിൽ A എന്ന് പറയും. ഇങ്ങനെ വരുന്നതാണെങ്കിൽ കൂടുതൽ എന്താ വരിക, ഫെമിനിയൻ ആയിട്ട് വരും. പിന്നെ ചില കേസുകൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും കൂടുതലായിട്ടും എന്താണ്, A എന്ന് കണ്ടു കഴിഞ്ഞാൽ E എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ എന്തായിരിക്കും, അതൊരു ഫെമിനിൻ ആയിരിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ പോലെ ബ്ലൂമ്, ഷൂള്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വരുന്ന എന്താ, ALND ചെയ്യുന്ന വേർഡുകളാണ്. പിന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് കുറച്ച് അധികം ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്, കൈറ്റ്, EON, നിയോൺ, ഷാഫ്റ്റ്, ടേറ്റ്, ഇക്. ഇത്തരത്തിലുള്ള എൻഡിങ്ങുകളാണ് വരുന്നതെങ്കിൽ അതിൽ കൂടുതലും ഫെമിനിൻ ആയിട്ടുള്ള നൗണുകളായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ, പ്രൈഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നാച്ചിയോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന EONലാണ് ഹൈറ്റിൽ അവസാനം. അപ്പോൾ ദി ആയിട്ടാണ് കൂടുതലും ഇത്തരം നൗണുകൾ വരിക. അടുത്തത് നമുക്ക് നോക്കാം, സേ ഹ എൻ, ഷൻ. ഓക്കെ, ലൈൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേച്ചൻ, ഫ്രൗ ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതെപ്പോഴും ഒരു നോയ്ട്രം ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഷൻ ലൈൻ എന്ന് കൊടുക്കുന്നത്. അപ്പം ഫ്രൗ ലൈൻ, അതുപോലെ തന്നെ മേച്ചൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത്തരം എൻഡിങ്ങുകൾ വരുന്നു, ദസ് എന്ന് ഉപയോഗിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, മെന്റ്, മ. ഇങ്ങനെ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ദസ് തന്നെയാണ് ഉപയോഗിക്കുക. ദസ് ഇൻസ്ട്രുമെന്റ്, ദസ് സെൻട്രും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മെന്റ് എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നതാണ്ടോ, ഒരു എൻഡിങ്ങുകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് കടക്കാം. AN എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എൻഡും AN ഉപയോഗിക്കുന്ന കുറെ വെർബുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SN, ട്രിങ്കൻ. അപ്പോൾ ഇത്തരം വെർബുകൾ നൗൺ ആക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്തരം വെർബുകൾ നൗണായി മാറുമ്പോൾ അതിൻ്റെ എൻഡുങ്ങൾ എങ്ങനെയാണ്, AN എന്നാണ് വരിക. അപ്പോൾ ഇത്തരം എൻഡുങ്ങൾ വരികയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നതാണ് ദസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ക്ലിയർ? ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് കടക്കാം, കാറ്റഗറീസ് ബൈ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റഗറി വൈസ് വരുന്ന വേർഡുകളെല്ലാം ഇന്ന ജെൻഡർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈസ്പിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദയ എന്ന് പറയുന്ന മസ്കുലിൻ നോമൻ. എക്സാമ്പിൾസ്, ഡേയ്സ് പറയുമ്പോൾ, മന്ത്സ് പറയുമ്പോൾ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സീസൺ. ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും ആ വരുന്ന പെർട്ടിക്കുലർ കാറ്റഗറിയിൽ എല്ലാ വേർഡുകളും നമ്മൾ ഉപയോഗിക്കുന്നത് ദയ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വെച്ചാണ്. സെക്കൻഡ് വൺ, ദി എന്നാണ്, ഫെമിനിൻ ആണ്. നമ്പേഴ്സ്, മോട്ടോർ ബൈക്ക്, കാർ ബ്രാൻഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ദി എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്. അപ്പോൾ നോക്കുക, ദി ദ്രൈ നമ്പർ ആണ്. ദി BMW. ഓക്കെ, BMW എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ബ്രാൻഡുകൾ പറയുമ്പോൾ, നമ്പേഴ്സ് പറയുമ്പോഴും ദി ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ദസ് എന്ന് പറയുന്നത് മോസ്റ്റ് മെറ്റൽസ്, മെറ്റൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പം എക്സാമ്പിൾ, ദസ് ഗോൾഡ്,
ദസ് സിൽബർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ കാണുന്ന മെറ്റലുകളെല്ലാം നമ്മൾ ദസ് ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടൊരു വഴികൾ കിട്ടിയല്ലോ ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തൊരു വഴിയിലേക്ക് കടക്കാം. മെമ്മറി ട്രിക്സ് എന്ന് പറയും. എക്സാമ്പിൾ, നമ്മളൊരു വേർഡ് പഠിക്കുമ്പോൾ അതിനെ കുറച്ചും കൂടി ഇമാജിൻ ചെയ്ത് ഒരു പിക്ചറൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇമാജിൻ ദയ. ദയ എന്ന് പറയുന്നത് എ മാൻ ഇൻ എ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ, ഒരു മനുഷ്യൻ, ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾ ഒരു സ്യൂട്ടിൽ നിൽക്കുന്ന പോലെ ദയർ നമ്മൾ ഇമാജിൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ദയർ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ദയർ വെച്ച് എല്ലാം ഒരു മസ്കുലിൻ രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് വൺ, ദി ആസ് എ വുമൺ വിത്ത് എ ഫ്ലവർ. ദി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വുമൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഫ്ലവറും പിടിച്ചിരിക്കുന്ന ഒരു വുമൻ ആണ് ദി എന്നുള്ളത് മനസ്സിലാക്കുകയും അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ഫെമിനിൻ കോൺസെപ്റ്റിലേക്ക് അതിന് ചിത്രീകരിക്കും. ദി വരുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം, അതൊരു ഫെമിനിൻ ആണ് എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ദ നെക്സ്റ്റ് വൺ, ദസ് ആസ് എ ബേബി. ഓക്കെ, ബേബി ഒരു നോട്രം, ഒരു സ്മോൾ ചൈൽഡ്, ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലോട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു മെമ്മറി ട്രിക്സിൽ ഈ ഒരു ആർട്ടിക്കിൾസിനെ ഇങ്ങനെയാണെന്ന് ഒരു പിക്ചറൈസ് ചെയ്ത് വെച്ച കുറേ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ലേൺ നൗൺസ് ഇൻ പെയർസ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും നൗൺസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് പഠിക്കണം. അതായത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആപ്പിൾ എന്നാണ്. പക്ഷേ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിളോട് കൂടി പഠിക്കുക. ദ ആപ്പിൾ എന്ന് പഠിക്കുക. അത് എപ്പോഴും എന്തായിരിക്കും, ആർട്ടിക്കിൾസിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് മറക്കില്ല, ദ ആപ്പിൾ എന്ന് പഠിക്കുക. അതായത് ദ ആപ്പിൾ. അതുപോലെ പഠിച്ചു പോയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് അടുത്തൊരു വഴി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കളർ കോഡ് ഉപയോഗിച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ ഇത് എഴുതി പഠിക്കുമ്പോൾ നമ്മൾ ദയ വെച്ച് വരുന്ന എല്ലാം ബ്ലൂ കളറിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ക്ലിയർ? ദയ മൻ എന്നുള്ളത് നമ്മൾ ബ്ലൂ കളറിൽ എഴുതി. അതേപോലെ തന്നെ റെഡ് കളറിൽ ദി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫ്രൗ എന്ന് പറയുന്നത് ദി കളറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറിലായിട്ട് നമ്മൾ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുന്ന ഇത്രയേ ഉള്ളൂ, എഴുതുന്ന ഒരു നോട്ട്ബുക്കിലാണ് എഴുതുന്നെങ്കിലും എല്ലാം ഒരുമിച്ച് തന്നെ എഴുതിക്കോളൂ. പക്ഷെ അത് എഴുതുന്നത് 3 കളറുകളിലായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ നോക്കിയ ഗ്രീൻ കളറിൽ ദസ് വെച്ച് വരുന്ന വേർഡുകളെല്ലാം ഗ്രീൻ കളറിൽ എഴുതുക. അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഈ കളർ വെച്ചിട്ട് മനസ്സിലാക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന നോട്ട്ബുക്കിലെ ബ്ലൂ എല്ലാം എന്താണ്, ദെയർ ആണ്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന റെഡ് എല്ലാം ദി എന്ന് പറയുന്ന ഫെമിനിൻ ആണ്, ഗ്രീൻ എല്ലാം നോയിട്രം ആയിട്ടുള്ള ദസ് ആണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ കളർ കോമ്പിനേഷൻസ് വെച്ചിട്ടും എളുപ്പത്തിൽ നമുക്ക് ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ, പ്ലൂറൽ ആർട്ടിക്കിൾസ് ഇൻ ജർമ്മൻ. അപ്പോൾ പ്ലൂറൽ മാറ്റി പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജർമ്മൻ പ്ലൂറൽ വേർഡുകൾക്കും ആർട്ടിക്കിൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് മാറ്റി പറഞ്ഞത്. ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹുണ്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ ആർട്ടിക്കിളിൽ ദി എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ പ്ലൂറൽ ആർട്ടിക്കിൾ വരുന്നത്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ദ ഹുണ്ട് ഒരു ഡോഗിനെ കുറിച്ചാണ് പറയണേ. അപ്പോൾ ഇവിടെ ഹുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡോഗ്സ് എന്ന് പറയുന്ന മീനിങ്ങിലോട്ട് അത് മാറുകയാണ്. അവിടെ നോക്കിയേ, ദി ഫ്രൗ എന്ന് പറയുന്നത് സിംഗിൾ വേർഡാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്താണ്, ഓക്കെ, ദി ഫ്രൗവൻ. അപ്പോൾ എന്തായിട്ട് വരും, സ്ത്രീകൾ എന്ന് പറയുന്ന രീതിയിലോട്ട് അത് മാറുകയാണ്. ഇനി അടുത്തത് നോക്കുക, ദ സ്കിൻഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേർഡാണ്, ഒരു കുട്ടി എന്നുള്ളതാണ്. ചൈൽഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ദി കിൻഡർ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുന്ന രീതിയിലോട്ട് മാറും. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇതിൽ ഏതെല്ലാം പ്ലൂറൽ വേർഡ് വന്നാലും ആർട്ടിക്കിൾ ദി തന്നെയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർട്ടിക്കിൾ ഒന്നാണെങ്കിലും ഈ വേർഡുകളിൽ മാറ്റം ഉണ്ടാവും. ബൈസ്പിൽ ഇപ്പോൾ ഈ പറയുന്ന നൗൺ ചേഞ്ചസ് ഇറ്റ്സ് എൻഡിങ് എന്ന് പറയും. ഇതിൻ്റെ എൻഡിങ്സ് മാറിയിട്ടില്ലേ, ഹുണ്ട് എന്നുള്ള പോലെയല്ല. ഇവിടെ എ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രൗ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു എൻ വന്നിട്ടുണ്ട്, കിൻഡിൻ്റെ കൂടെ ഒരു എയർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്ലൂറലിൽ നൗണിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ആർട്ടിക്കിൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇനി അടുത്തത് പ്രാക്ടീസ് ഡെയിലി. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളാണ്. അങ്കി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ക്യുസ്ലെറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ജെൻഡർ ഗെയിമുകളൊക്കെ കളിക്കാം. ദ ട്രെയിനർ എന്ന് പറഞ്ഞ ഗെയിമുകളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇത്തരം ഗെയിമുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അടുത്ത അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ തിഷ് ഇസ് ഗ്രോസ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇവിടെ അടുത്തൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ വെറുതെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട്, സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീക്ക് സെൻറ്റൻസസ് അലൗഡ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിൽ വായിക്കുന്നതിന് പകരം നമ്മൾ ഉറക്കെ വായിക്കണം. ദ തിഷ് ഇസ് ഗ്രോസ്, ദി ലാംബ് ഇസ് നോയ്. അപ്പോൾ ഉറക്കെ വായിക്കുമ്പോൾ ഈ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം കൂടി നമ്മൾ കമ്പനി ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കുക, നമ്മുടെ ഉച്ചാരണവും അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ആവട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ജർമ്മനിലേക്ക് ഒരു താങ്ക്സ് പറയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ട്രിക്കുകളും വഴികളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും അടുത്ത വീഡിയോസിൽ വരും. അപ്പോൾ കാണുന്നത് വരയ്ക്ക് ഔഫ് വീരസേൻ.